ഈ ഒരു സ്ഥലം അറിയാത്തവരായിട്ട് ചുരുക്കം പേരേ ഉണ്ടാവുള്ളൂ. നമ്മുടെ സ്വന്തം ഇല്ലിക്കക്കല്ല്, കോട്ടയത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലൊന്ന്. ഇല്ലിക്കക്കല്ല് വരുമ്പോൾ കാണാനായിട്ട് ഈ ഒരു കാഴ്ച മാത്രമല്ല, ഈ ഒരു കുന്നിറങ്ങിയാൽ താഴെ അതിമനോഹരമായൊരു വെള്ളച്ചാട്ടമുണ്ട്. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ. പുതിയതായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള വീഡിയോകളും കൂടി ഒന്ന് കാണുക. ഇല്ലിക്കക്കല്ലിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു കട്ടിക്കയം വെള്ളച്ചാട്ടത്തിലേക്കുള്ള ചെറിയൊരു വഴി കാണാനായിട്ട് പറ്റും. അവിടെ കൃത്യമായ ബോർഡുകളും ഉണ്ട്. നമ്മൾ ആ ഒരു ഇടവഴി കയറി ഉള്ളിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കടയോട് ചേർന്ന് തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം കാണാം. ഇവിടെ വണ്ടി വെച്ചിട്ട് വേണം നമുക്ക് ഇനി അങ്ങോട്ട് നടന്നു പോകാനായിട്ട്. ഇന്നത്തെ യാത്രയിൽ ഞാനും അനസുമാണുള്ളത്. നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ട് ഈ കടയിൽ ചെറിയൊരു പാസ്, നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നതിനുള്ള ഒരു പാർക്കിംഗ് ഫീസുണ്ട്. ഇതൊരു പേ ആൻഡ് പാർക്കാണ്. നമ്മൾ ആ ഒരു പാർക്കിംഗ് ഫീസും കൊടുത്ത് വണ്ടിയും ഹെൽമെറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ സുരക്ഷിതമായിട്ട് ഇരിക്കും. അപ്പം കാറിന് 20 രൂപയും ബൈക്കിന് 10 രൂപയാണ് ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ് വരുന്നത്. ആ ഒരു 10 രൂപ കൊടുത്ത് നമ്മുടെ വണ്ടിയും സാധനങ്ങളെല്ലാം കൊണ്ട് വെച്ചു. കാലവർഷത്തിലും കനത്ത മഴയിലും ശക്തമായ നീരൊഴുക്കുള്ളതിനാൽ വെള്ളത്തിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. മൂന്നിലവ് ഗ്രാമപഞ്ചായത്ത്. നമ്മൾ ഈ വെള്ളച്ചാട്ടങ്ങളും അതുപോലെയുള്ള ഈ പ്രകൃതിയുമായിട്ട് നിൽക്കുന്ന, കാണുമ്പോൾ ഭംഗി തോന്നുന്ന പല കാര്യങ്ങളും അപകടങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് വയനാട് ദുരന്തവും അതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളും നമുക്ക് മനസ്സിലായൊരു കാര്യമാണ്. കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന കാലഘട്ടത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ഡയലോഗായിരിക്കും. അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളും കുറച്ച് ഭീതി നിറയ്ക്കുന്ന ഒന്ന് തന്നെയാണ്. സംഭവം ഭീതി നിറയ്ക്കുന്ന പറയുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ അതിന് അപകടം എവിടെ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഗൂഗിളിലൊക്കെ ഒന്ന് തപ്പിയിട്ടുണ്ടെങ്കിൽ, കട്ടിക്കയം വെള്ളച്ചാട്ടത്തെ പറ്റി തപ്പിയിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഡേഞ്ചറസ് വാട്ടർഫാൾ എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഒരു നീരൊഴുക്കാണ് താഴേക്ക് പയ്യെ പതിച്ച് വലിയൊരു വെള്ളച്ചാട്ടമായിട്ട് മാറുന്നത്. നമ്മുടെ പാലയുടെയും കോട്ടയത്തിൻ്റെയൊക്കെ ഒരു നെടുന്തൂണായ മീനച്ചിൽ ആറിൻ്റെ ഉദ്ഭവസ്ഥാനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇല്ലിക്കക്കല്ലിനെ പറയാം. അപ്പോൾ ഇവിടെ നിന്നുണ്ടാകുന്നൊരു നീരൊഴുക്കിൽ നിന്നാണ് കട്ടിക്കയം എന്ന് പറയുന്ന മനോഹരമായൊരു വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത്. നമ്മൾ ഈ ഒരു നീരൊഴുക്കിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ താഴോട്ടിറങ്ങുന്നത്. ഈ പാറകളിലൂടെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ഈ ഒരു മുനമ്പിൽ നിന്ന് താഴോട്ട് വീഴുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കട്ടിക്കയം വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മളേതായാലും ഇതിൻ്റെ ഏറ്റവും താഴോട്ട് ഈ പാറ വഴിയുണ്ടെന്ന് വെച്ചാൽ വലിയ വഴികളൊന്നുമല്ല, നടന്നു പോകാനുള്ള 1-2 പേർക്ക് നടക്കാനുള്ള ഒരു ചെറിയ വഴി. ഈ വഴിയിലൂടെ താഴോട്ട് ഒരു കുറച്ച് ദൂരം, ഏകദേശം ഒരു 300-350 മീറ്റർ നമ്മൾ ഈ പറഞ്ഞ ചെങ്കുത്തായ ഈ ഒരു കുന്നിറങ്ങിയാൽ നമുക്ക് ഈ പറഞ്ഞ കട്ടിക്കയം വെള്ളച്ചാട്ടം എന്ന് പറയുന്ന മനോഹരമായൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും. വേനൽക്കാലത്തൊക്കെ ഒരുപാട് പേരോട് വന്ന് കുളിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനതിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം ഇതിലെ അപകടം എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കുന്ന ഒന്നല്ല. ഞാനും മനസ്സും പയ്യെ സ്റ്റെപ്പെല്ലാം ഇറങ്ങി താഴോട്ട് ഇറങ്ങുകയാണ്. പലയിടത്തും സ്റ്റെപ്പൊന്നുമില്ല, മൊത്തത്തിൽ ഇതെല്ലാം പൊളിഞ്ഞു കിടക്കുന്നൊരവസ്ഥയാണ്. പിന്നെ കൈവരികളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം റിസ്കിൽ വേണം ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട്. അതുപോലെ തന്നെ കൃത്യം അല്ലെങ്കിൽ അതാത് കാലങ്ങളിൽ തരുന്ന മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലെയുള്ള ഹില്ലി ഏരിയകളിലോട്ടും അല്ലെങ്കിൽ മലപ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ നടത്താനായിട്ട്. അപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് വയനാട് ദുരന്തം തന്നെയാണ്. ഓരോ ദുരന്തങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. നമ്മളേതായാലും ഈ ഒരു കട്ടിക്കയം വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു പതന സ്ഥാനം അല്ലെങ്കിൽ അത് വന്ന് പതിക്കുന്ന ആ ഒരു പോർഷനിലോട്ട് ഇറങ്ങിയാണ്. ഈ മുൾച്ചെടികളും അതും ഇതും എല്ലാം ഉണ്ട്. നമ്മൾ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ കൈയും കാലും എല്ലാം പോറും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു ചെറിയ ഇടയിൽ കൂടി എല്ലാം നുഴഞ്ഞിറങ്ങി അതിൻ്റെ ഒരു ഷേക്കിങ് ക്യാമറയൊക്കെ ഉണ്ടാകും. ഇറങ്ങി നമ്മൾ ഈ താഴോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് മനോഹരമായൊരു കാഴ്ചയാണ്. നല്ല കുത്തനെയുള്ള പാറയിൽ നിന്ന് വെള്ളം താഴോട്ട് പതിക്കുന്നു കേട്ടോ. താഴോട്ട് പലിക്കുന്നു എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. നല്ല നീല നിറമാണ്. ആ ഒരു ചുറ്റുമുള്ള പച്ചപ്പും വെള്ളത്തിൻ്റെ ആ ഒരു നീല കളറും എല്ലാം കൂടി നമുക്ക് ഒരു മനോഹരമായൊരു കാഴ്ച തന്നെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം തരുന്നത്.
അപ്പം ഇല്ലിക്കക്കല്ല് ഇനി വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു സ്ഥലം കൂടി ഇല്ലിക്കക്കല്ലുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, പക്ഷേ എനിക്കിതറിയില്ല. എനിക്കൊരു പുതിയ അറിവായിരുന്നു ഇവിടെ ഇങ്ങനെയൊരു വെള്ളച്ചാട്ടം, ഒരു ഹിഡൻ വെള്ളച്ചാട്ടമുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്നെപ്പോലെ അറിയില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഇനി പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു വെള്ളച്ചാട്ടം കൂടി ഒന്ന് ട്രൈ ചെയ്യുക. മനോഹരമായ കാഴ്ചയാണ്. നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ കൂടുതൽ കാഴ്ചയിലോട്ട് പോകാം. നമ്മൾ തമിഴ്നാട് ദൂത്സാഗർ എന്ന് പറഞ്ഞ് വെച്ചത് വെറുതെയല്ല. ആ വെള്ളത്തിൻ്റെ ആ ഒരു നിറം കണ്ടോ, പാലൊഴുകുന്ന പോലെ ഒഴുകി താഴോട്ട് വരുമ്പോൾ നല്ല നീല നിറം. ശരിക്കും ദൂത് പാലിൻ്റെ നിറം തന്നെയാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു തുടക്ക പോർഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇവിടെ നിന്ന് നമ്മൾ വന്ന വഴി നോക്കുമ്പോൾ ഒരുപാട് പേര് വീണ്ടും ഇറങ്ങി വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ചെങ്കുത്തായ ഒരു മലയാണ്. അപ്പോൾ നമ്മൾ സ്വന്തം റിസ്കിൽ വേണം താഴോട്ടിറങ്ങാനായിട്ട്. ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് ഈ വെള്ളം പോകുന്ന വഴിയും ദൂരെയായിട്ട് മലകളും കാര്യങ്ങളും എല്ലാം കാണാനായിട്ട് പറ്റും. അപ്പം കാലവർഷമായിട്ട് തന്നെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. നമ്മുടെ ക്യാമറയിലൊക്കെ ഈറിനടിക്കുന്നുമുണ്ട്. നല്ല ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം താഴോട്ട് ഒതുങ്ങുന്നത്. അതിൻ്റേതായ ശക്തി അത് കാണാനുമുണ്ട്. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഇത് കാണാനായിട്ട് എത്തുന്നുണ്ട്. കൂടുതലും ചെറുപ്പക്കാരാണ് ഈ ഒരു വെള്ളച്ചാട്ടം തേടി ഇങ്ങോട്ട് എത്തുന്നത്. സേഫ്റ്റിക്കാണെന്ന് തോന്നുന്നു. ആളെയും ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് സംഭവം. ഗോപ്രോ ഹെൽമെറ്റ് വെച്ച് അദ്ദേഹം ഷൂട്ട് ചെയ്യുകയാണ്. ഏതായാലും കൊള്ളാം. എല്ലാവരും വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ തിരക്കിലാണ്. നമ്മളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്ന് മാക്സിമം പറ്റുന്ന പോലെ വെള്ളച്ചാട്ടം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു കാഴ്ച, അതിൻ്റെ ഒരു മനോഹാരിത ക്യാമറയിൽ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും നേരിട്ട് കാണാനത് അതിമനോഹരമായൊരു കാഴ്ചയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ വെള്ളച്ചാട്ടം കാണുമ്പോൾ നമുക്ക് ഇറങ്ങാനായിട്ടും കൂടെ കുളിക്കാനായിട്ടൊക്കെ തോന്നും. അങ്ങനെ ഒരു സ്വാഭാവികമായൊരു ത്വര മലയാളികൾക്ക് കൂടുതലാണ്. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ത്വരയിൽ നിന്നാണ് പല അപകടങ്ങളും, അല്ലെങ്കിൽ അപകടങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്വാഭാവികമായ ത്വര മാറ്റി വയ്ക്കുന്നത് തന്നെയാണ് പല അപകടങ്ങളും ഒഴിവാക്കാനുള്ളൊരു കാരണം, അല്ലെങ്കിൽ അപകടം ഒഴിവാക്കാനുള്ളൊരു മുൻകൈ എന്ന് പറയുന്നത്. അപകടങ്ങൾ വന്നതിന് ശേഷം നമ്മൾ അതിനെപ്പറ്റി ഓർത്ത് പരിതപിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. മാക്സിമം പ്രശ്നങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കാതിരിക്കുക. കാരണം ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങരുത് എന്നുള്ളത്. അങ്ങനെ ഇറങ്ങരുതെന്ന് പറയുന്നിടത്ത് ഇറങ്ങുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു രീതി. മഞ്ഞുമൽ ബോയ്സിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുണാക്കേവിലൊക്കെ പെട്ടവരെ രക്ഷിച്ചെടുത്തത് മലയാളികൾ തന്നെയാണ്, എല്ലാ മലയാളികൾ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും മലയാളികൾക്ക് പൊതുവെ ഇത്തരത്തിലുള്ള ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു ത്വര. നമ്മൾ മലയാളികളെ കുറ്റം പറയുകയൊന്നുമല്ല ചെയ്യുന്നത്, ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. പറഞ്ഞു വേറൊന്നുമല്ല, വെള്ളച്ചാട്ടങ്ങൾ അപകടങ്ങൾ ഉള്ളതാണെങ്കിൽ മാക്സിമം ഒഴിവാക്കുക. കോട്ടയത്ത് തന്നെ അരുവിക്കൽ അല്ലെങ്കിൽ അരുവിക്കുഴി പോലുള്ള വെള്ളച്ചാട്ടങ്ങൾ, നമ്മുടെ പിറവത്തിനടുത്തുള്ള അരീക്കൽ വാട്ടർഫാൾ, ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി കുളിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ട്. ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അരീക്കലിൻ്റെ വെള്ളച്ചാട്ടത്തിലെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്കിപ്പോൾ നല്ല സുഖമായിട്ട് ഇറങ്ങി നിന്ന് കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഇറങ്ങി നിന്ന് കുളിക്കാനുള്ള സൗകര്യമുള്ള വെള്ളച്ചാട്ടങ്ങളുമുണ്ട്. അതുപോലെ തന്നെ കരയിൽ നിന്ന് കാണേണ്ട വെള്ളച്ചാട്ടങ്ങളുമുണ്ട്. അപ്പം ഈ പറയുന്ന കോട്ടയത്ത് ദൂത്സാഗർ എന്നൊക്കെ ഞാൻ മാത്രം കേട്ടോ, ഞാൻ വിളിക്കുന്ന ഈ കട്ടിക്കയത്തെ നമുക്ക് കരയിൽ നിന്ന് തന്നെ കാണാം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അമർത്തി വരുന്നെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. കാരണം ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, ആരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കട്ടിക്കയത്തിൻ്റെ ആ ഒരു ഗംഭീര കാഴ്ച കഴിവതും ക്യാമറയിൽ പകർത്തി പയ്യെ ഇവിടെ നിന്ന് അടുത്ത ഒരു ലൊക്കേഷനോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മീനച്ചിലാറിൻ്റെയൊക്കെ ഒരു തുടക്ക സ്ഥാനമാണിത്. ഇതിൻ്റെ ശരിക്കുമുള്ള ഒരു നീരുറവ തുടങ്ങുന്നതും അല്ലെങ്കിൽ അത് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വഴിയിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണാം ഈ ഒരു ചെറിയ നീരുറവ അല്ലെങ്കിൽ ചെറിയൊരു വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഈ ഒരു വെള്ളമാണ് താഴെ പോയിട്ട് വലിയ ഒരു വെള്ളച്ചാട്ടം സൃഷ്ടിക്കുന്നത്. ഇത് പ്രകൃതിയുടെ ഒരു അത്ഭുതമായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പിറവത്തിനടുത്തുള്ള അരീക്കൽ വെള്ളച്ചാട്ടവും ഉണ്ടാകുന്നത്. ഏതായാലും കട്ടിക്കയത്തിൻ്റെ കാഴ്ചകൾ മനോഹരമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ അവതരണത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു ചാനലാണ്, അതിൻ്റേതായ പോരായ്മ ഉണ്ടാവും.
എല്ലാ പോരായ്മകളും നിങ്ങൾ പറയുന്നതനുസരിച്ച് തിരുത്തി മുമ്പോട്ട് പോകുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.